പഠിച്ചോ ശരിക്കും? കഴിഞ്ഞ ദിവസം എടുത്ത കാര്യങ്ങളൊക്കെ ഹോംവർക്കൊക്കെ ചെയ്തല്ലോ അല്ലേ? അതൊക്കെ ചെയ്തോണം കേട്ടോ. ചെയ്ത് പിന്നെ നിങ്ങളത് സബ്മിറ്റ് ചെയ്യണേ, ഞാൻ പറയാം. അപ്പോൾ ഇന്നിപ്പോൾ ഇതിൻ്റെ ബാക്കിയാണ് എടുക്കാൻ പോകുന്നത്. സബ്സെറ്റ്സ് പേര് കേൾക്കുമ്പോൾ തന്നെ സബ്സെറ്റ്, ഒരു സെറ്റിന്റെ സബായിട്ട് പറഞ്ഞ അടുത്ത സെറ്റ്. അതായത് രണ്ട് സെറ്റ് എയും ബിയും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എയും ബിയും. ഒരു എക്സാമ്പിളിൽ കൂടി കാണിക്കാം, ഒരു എക്സാമ്പിൾ കാണിക്കാം. അപ്പൊ എന്ന് പറഞ്ഞൊരു സെറ്റ് 1 2 3 5. ബി എന്ന് പറഞ്ഞൊരു സെറ്റ് 1 2 3 4 5 6 7 വരെ, 7ഓ 8ഓ എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ ഓക്കെ, എയിലെ എലിമെന്റ് ആയ 1 ബിക്കകത്തുണ്ട്, അടുത്ത എലിമെന്റ് 2ഉം ബിക്കകത്തുണ്ട്, 3ഉം ബിക്കകത്തുണ്ട്, 5ഉം ബിക്കകത്തുണ്ട്. എയിലെ എല്ലാ എലിമെന്റ്സും ബിയിൽ വരുന്നുണ്ട്. എയിലെ എല്ലാ എലിമെന്റ്സും ബിയിൽ വരുന്നുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ ആ സെറ്റിന് അപ്പൊ നമുക്ക് പറയാം എ ഇസ് ദ സബ്സെറ്റ് ഓഫ് ബി. എ ഇസ് ദ സബ്. എ ബിക്കകത്ത് വരുന്നുണ്ടല്ലോ, എ ബിക്കകത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം എ ഇസ് ദ സബ്സെറ്റ് ഓഫ് ബി. എ ഇസ് ദ സബ്സെറ്റ് ഓഫ് ബി. നമുക്ക് അതിന്റെ സിമ്പൽ ഉപയോഗിച്ച്, സബ്സെറ്റിന്റെ സിമ്പൽ ഈ സി പോലാണ്. എ സബ്സെറ്റ് ബി. എ സബ്സെറ്റ് ബി. അപ്പം എയിലെ എല്ലാ എലമെന്റ്സും ബിയിൽ വരുന്നുണ്ടെങ്കിൽ, അപ്പൊ എ സബ്സെറ്റ് ഓഫ് ബി ആവണമെങ്കിൽ ഈ എവരി എലമെന്റ് ഓഫ് എ belongs to B. Every element of A is also an element of B. എയിലെ എല്ലാ എലമെന്റ്സും ബിയിലെയും എലമെന്റ് ആയിരിക്കണം. എയിലെ ഏത് എലമെന്റ് എടുത്താലും അത് ബിയിൽ വരണം. അപ്പം എ സബ്സെറ്റ് ഓഫ് ബി. അപ്പം നമുക്കത് എ സബ്സെറ്റ് ഓഫ് ബി ആവണമെങ്കിൽ ഒരു എലമെന്റ് എയിൽ ഉണ്ടെങ്കിൽ, ഏത് പറയുന്ന എലമെന്റ് എയിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ എലമെന്റ് ബിയിൽ വരണം. ജനറൽ ആയിട്ട് ഒരു എലമെന്റ് എയിൽ ഒരു എലമെന്റ് എടുത്തു, സ്മോൾ ലെറ്റർ എ, അത് എയ്ക്കകത്തുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ബിക്കകത്തും വരണം. അപ്പൊ നമുക്ക് നിങ്ങളുടെ സബ്സെറ്റ് ആണോ എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ എ സബ്സെറ്റ് ബി ആവണമെങ്കിൽ ഈ ഇത്രയേ ഉള്ളൂ. എ ബിലോങ്സ് ടു എ ഇംപ്ലൈസ് എന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞൊരു എലമെന്റ് സെറ്റ് എയിൽ ഉണ്ടെങ്കിൽ, ഇംപ്ലൈസ് ഉണ്ടെങ്കിൽ അടുത്തതും വരണം. എ എന്ന് പറഞ്ഞ എലമെന്റ് ബിയിൽ വരണം. അതായത് ഫസ്റ്റ് എ ബിലോങ്സ് ടു എ ആണെങ്കിൽ എ ബിലോങ്സ് ടു ബിയും ആയിരിക്കണം. ഇംപ്ലൈസ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ഉണ്ടെന്ന് തെളിയിക്കണം. അപ്പം എ ബിലോങ്സ് ടു സ്മോൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ ആണെങ്കിൽ സ്മോൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ ബി ആയിരിക്കണം. ഈ സിമ്പൽ ഇംപ്ലൈസ് എന്നാണ് പറയുന്നത്, ഇംപ്ലൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എ സബ്സെറ്റ് ബി ആവണമെങ്കിൽ എയിലെ ഏത് എലമെന്റ് എടുത്താലും അത് ബിയിൽ വരണം. എയിലെ ഏത് എലമെന്റ് എടുത്താലും ഉറപ്പായിട്ടും ആ എലമെന്റ് ബിയിൽ വരണം. അപ്പം അങ്ങനെ വരുന്നതിനാണ് സബ്സെറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മളിവിടെ എഴുതി എയിലെ എല്ലാ എലമെന്റും ബിക്കകത്തുണ്ട്. അപ്പം സബ്സെറ്റ് എ സബ്സെറ്റ് ഓഫ് ബി ആണ്. എ സബ്സെറ്റ് ഓഫ് ബി. അതുപോലെ തന്നെ നോക്കുക, ഇവിടെ നോക്കുക, എ സബ്സെറ്റ് ബി ആണ്. ആൻഡ് എയും ബിയും ഈക്വൽ ആണ്. ഓക്കെ, എയും ബി ഈക്വൽ സെറ്റ്സ് ആണ്. എയിലെ എല്ലാം ബിക്കകത്തുണ്ട്, പക്ഷെ ബിയിലെ എല്ലാം എക്കകത്തല്ല. എയ്ക്കും ബിക്കും ഒരേപോലെ അല്ല വന്നിരിക്കുന്നത്, ബിയിൽ കുറെ കൂടുതലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാം എ നോട്ട് ഈക്വൽ ടു ബി ആണ്. കഴിഞ്ഞ ദിവസം ഈക്വൽ സെറ്റ് ഒക്കെ പഠിച്ചതാ. എയിലും ബിയിലും ഒരുപോലെ വന്നാലേ ഈക്വൽ. എയിലും ബിയിലും ഇവിടെ ഒരുപോലെ അല്ല, എക്കാട്ടിലും കുറെ കൂടുതൽ ബിക്കകത്തുണ്ട്. അപ്പൊ ഈക്വൽ അല്ല, പക്ഷെ സബ്സെറ്റ് ആണ്. എ സബ്സെറ്റ് ബിയും എ നോട്ട് ഈക്വൽ ടു ബിയും ആണെങ്കിൽ നമുക്ക് പറയാം എ ഇസ് ദ പ്രോപ്പർ സബ്സെറ്റ്. പ്രോപ്പർ ആയിട്ടും എക്ക് അകത്തുണ്ട്, അല്ല പ്രോപ്പർ ആയിട്ടും ബിക്ക് അകത്താണ് എ വന്നിരിക്കുന്നത്. ബിക്ക് അകത്താണ്. ഈക്വൽ ആണെങ്കിൽ നമുക്ക് സബ്സെറ്റ് എന്ന് വേണേൽ പറയാം, ഈക്വൽ വേണേ വരാം. പക്ഷെ എ സബ്സെറ്റ് ആണ്, ഈക്വൽ അല്ല. സബ്സെറ്റും ഈക്വൽ അല്ലാതെയും കൂടെ വന്നാൽ നമുക്ക് അതിനെ എ ഇസ് ദ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയാം. പ്രോപ്പർ ആയിട്ടും എ ആണ് ബിയുടെ സബ്സെറ്റ്. അല്ലെങ്കിൽ തിരിച്ചും പറയാം, എ ഇസ് ദ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി, അല്ലെങ്കിൽ ബി ഈസ് ദ സൂപ്പർ സെറ്റ് ഓഫ് എ. ബി സൂപ്പർ സെറ്റാ. എ എന്ന് പറഞ്ഞാൽ ബിയുടെ സബ്സെറ്റും ബി എന്ന് പറയുന്ന എയുടെ സൂപ്പർ സെറ്റുമാണ്. അപ്പം സബ്സെറ്റും നോട്ട് ഈക്വലും കൂടെ വന്നാലേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. സബ്സെറ്റും നോട്ട് ഈക്വലും കൂടെ വരുവാണെങ്കിൽ എ ബിയുടെ പ്രോപ്പർ സബ്സെറ്റ്, അതുപോലെ ബി എയുടെ സൂപ്പർ, ബി എ വലുത്, അപ്പോൾ സൂപ്പർ സെറ്റ്. അപ്പം ബിക്കകത്തുണ്ട് എ, ബിക്കകത്ത് ഫുള്ളായിട്ട് എ ഉണ്ട്. അപ്പം സൂപ്പർ സെറ്റിനെ വേണേൽ സിമ്പിൾ ഉപയോഗിച്ച് തിരിച്ചെഴുതിയാൽ മതി. സബ്സെറ്റ്
സബ്സെറ്റ് സി അല്ലേ, സൂപ്പർ സെറ്റ് തിരിച്ചെഴുതിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ എ സബ്സെറ്റ് ബി, ബി സൂപ്പർ സെറ്റ്, ഒരേ കാര്യം തന്നെ തിരിച്ചും മറിച്ചും എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക സബ്സെറ്റ്. പിന്നെ വേറൊരു സംഗതി, നമ്മൾ ഏത് സെറ്റ് എടുത്താലും ഏത് സെറ്റിന്റെ സബ്സെറ്റ് ആയിട്ട് 5 ഈസ് ദ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. 5 എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്, 5 എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്, 5 എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റ് ആണ്. എല്ലാ സെറ്റിന്റെ സബ്സെറ്റ് ആണ് 5. നൾ സെറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. നൾ സെറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. എല്ലാ സെറ്റിന്റെ സബ്സെറ്റ് ആണ് നൾ സെറ്റ്. അതുപോലെ തന്നെ ഒരു സെറ്റ് എ എന്ന് പറഞ്ഞത് അതിന്റെ തന്നെ സബ്സെറ്റാ. എ സബ്സെറ്റ് ഓഫ് എ സബ്സെറ്റ് ഈക്വലും ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, സബ്സെറ്റിന്റെ അത് ഈക്വലും വരാം. അപ്പം എ എന്ന് പറയുന്ന സെറ്റ് അതിന്റെ തന്നെ സബ്സെറ്റാ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട, അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കേണ്ട, ഈ സബ്സെറ്റുകളെല്ലാം എഴുതാനൊക്കെ ചോദിക്കാം. ഒരു സെറ്റ് തന്നിട്ട് അതിന്റെ എല്ലാ സബ്സെറ്റും എഴുതാനൊക്കെ ചോദിക്കാം. അപ്പൊ അതിൽ നൾ സെറ്റ് ഉണ്ട് അതിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട്, ആ സെറ്റ് തന്നെ അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. പിന്നെ ഒരു എലമെന്റ് മാത്രം വരുന്നുണ്ട്, 2 എലമെന്റ്സ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സബ്സെറ്റുകളുണ്ട്. എല്ലാ സബ്സെറ്റും നമ്മൾ എഴുതണം. ഇത് ക്ലിയർ ആയല്ലോ. നൾ സെറ്റ് എല്ലാത്തിൻ്റെയും സബ്സെറ്റാണ്. അപ്പോൾ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എ ബിയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ എയുടെ എല്ലാ എലമെന്റ്സും ബിയിൽ വരണം. എയുടെ എല്ലാ എലമെന്റ്സും ബിയിൽ വരികയും ചെയ്യും. ബി ഇച്ചിരി വലുതും കൂടാണ്, അതായത് ഈക്വൽ അല്ലാതെ വന്നാൽ പ്രോപ്പർ സബ്സെറ്റാണ്. എ ബിയുടെ പ്രോപ്പർ സബ്സെറ്റ്, ബി എയുടെ സൂപ്പർ സെറ്റാണ്. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നൾ സെറ്റ് 5 എല്ലാത്തിൻ്റെയും സബ്സെറ്റാണ്. അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും സബ്സെറ്റാണ്. എ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ അല്ല, എ എന്ന് പറഞ്ഞാൽ എയുടെ തന്നെ സബ്സെറ്റാണ്. 5 ആണ് എല്ലാത്തിൻ്റെ സബ്സെറ്റ്. നൾ സെറ്റ് 5 എല്ലാത്തിൻ്റെ സബ്സെറ്റാണ്. അതുപോലെ എയുടെ തന്നെ സബ്സെറ്റാണ്. അതുപോലെ ബിയുടെ തന്നെ സബ്സെറ്റാണ്. ബി സബ്സെറ്റ് ഓഫ് ബി നമുക്ക് എഴുതാം. അങ്ങനെ എല്ലാം എഴുതാം. ഒരു സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഒത്തിരി സബ്സെറ്റുകൾ എഴുതാം. എക്ക് ഒത്തിരി സബ്സെറ്റ് എഴുതാം. 5 ഒരു സബ്സെറ്റാണ്, സെറ്റ് 1 ഒരു സബ്സെറ്റാണ്, എയുടെ ഒരു സബ്സെറ്റാണ് സെറ്റ് 1. സെറ്റ് 1 എക്കകത്തുണ്ടല്ലോ. അതുപോലെ തന്നെ സെറ്റ് 1, 2 ഇതൊരു സബ്സെറ്റ്, എയുടെ ഒരു സബ്സെറ്റ് ആണ് 1, 2. സെറ്റ് സബ്സെറ്റ് എഴുതുമ്പോൾ എപ്പോഴും സെറ്റ് സിമ്പിൾ ഇടണം. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റാ. സബ്സെറ്റ് ഈസ് ദ സെറ്റ് ഓഫ് എലമെന്റ്സ്. എയിലെ എലമെന്റ്സിന്റെ കളക്ഷൻ ആണ് സബ്സെറ്റ്. എയിലെ എലമെന്റ്സിന്റെ കളക്ഷൻ എന്ന് വെച്ചാൽ സെറ്റ് ആയിട്ട് എഴുതാം. അപ്പം ഒരു എലമെന്റ് ഉള്ള എഴുതാം, 2 എലമെന്റ് ഉള്ള ഇഷ്ടംപോലെ എഴുതാം. ഒരു എലമെന്റ് ഉള്ള 1 എഴുതാം, സെറ്റ് 2 എഴുതാം, സെറ്റ് 3 എഴുതാം, അങ്ങനെ ഇഷ്ടംപോലെ എഴുതാം. 2 എലമെന്റ്സ് ഉള്ള 1ഉം 2 എഴുതാം, 1ഉം 3ഉം സെറ്റിൻ്റെ അകത്ത് എഴുതണമെന്നേ ഉള്ളൂ. ഇനി 3 എലമെന്റ്സ് ഉള്ള 1ഉം 3ഉം 5ഉം എഴുതാം, വേറെ ഇഷ്ടംപോലെ എഴുതാം. 4 എലമെന്റ്സ് ഉള്ള 1ഉം 2ഉം 3ഉം 5ഉം ഇതെല്ലാം എയുടെ സബ്സെറ്റുകളാണ്. എയുടെ സബ്സെറ്റുകളാണ്. അതായത് 5ഉം എയുടെ സബ്സെറ്റാണ്. ആ സെറ്റ് എ തന്നെയാണ്, എയും എയുടെ സബ്സെറ്റ് ആണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു എലമെന്റ്സ് ഉള്ള സബ്സെറ്റുകൾ എഴുതാം, 2 എലമെന്റ്സ് ഉള്ള സബ്സെറ്റുകൾ എഴുതാം, 3 എലമെന്റ്സ് ഉള്ള ഇഷ്ടംപോലെ സബ്സെറ്റുകൾ നമുക്ക് എഴുതാം. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? എയുടെ സബ്സെറ്റുകൾ ഒരു സെറ്റ് തന്നാൽ അതിൻ്റെ സബ്സെറ്റുകൾ നമുക്ക് ഇഷ്ടം പോലെ എഴുതാം. അപ്പം അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. സബ്സെറ്റുകളുടെ കളക്ഷനൊക്കെ ഉണ്ട്. തൽക്കാലം ഇത് ഇത്രയും അറിഞ്ഞിരിക്കുക സബ്സെറ്റ് എന്താണെന്നുള്ളത്. ക്ലിയർ ആയോ? ഇനി നമ്മുടെ റിയൽ നമ്പർ ഇല്ലേ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ 6 എടുത്താൽ അതിന്റെ കുറെ സബ്സെറ്റുകളെ കുറിച്ച് നമുക്ക് പറയാം. നമ്മുടെ റിയൽ നമ്പർ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് 6 ആദ്യത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, 6 ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് കുറെ സബ്സെറ്റുകളുണ്ട്. നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് n എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം 3ഉം എക്സെട്ര, ഇതാണ് n നമ്മുടെ റിയൽ നമ്പറിന്റെ അകത്ത് വരുന്ന റിയൽ നമ്പേഴ്സ്. റിയൽ ലൈനിൽ വരയ്ക്കുന്ന എല്ലാം 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, ഇതിന്റെ ഇടയ്ക്ക് ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ട്. അപ്പം 1 ഉണ്ട്, 2 ഉണ്ട്, 3 എല്ലാം വരുന്നുണ്ട്. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം റിയൽ നമ്പേഴ്സിന്റെ അകത്ത് വരുന്നുണ്ട്. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം നാച്ചുറൽ നമ്പർ ഈസ് ദ സബ്സെറ്റ് ഓഫ് R. നാച്ചുറൽ നമ്പർ എപ്പോഴും റിയൽ നമ്പറിന്റെ സബ്സെറ്റാണ്. റിയൽ നമ്പറിന്റെ മാത്രമല്ല, നാച്ചുറൽ നമ്പർ ഇന്റിജേഴ്സിന്റെ സബ്സെറ്റാണ്. ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 1, 2, 3 എക്സെട്ര ഉണ്ട്, 0 ഉണ്ട്, -1, -2 എല്ലാം ഉണ്ട്. ഇന്റിജേഴ്സ് ഇസഡ, നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 എക്സെട്ര. അപ്പൊ അത് ഓർത്തോടെ, ഞാൻ ആദ്യം എഴുതി തന്ന ഇതില്ല. നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 എക്സെട്ര. സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് ഇസഡ് എന്ന് പറയുന്നത് എക്സെട്ര -3, -2, -1, 0, 1, 2, 3 എക്സെട്ര. അപ്പൊ 0, 1, 2, 3 എക്സെട്ര കൂടാതെ ഇങ്ങോട്ട് കുറേ ഉണ്ട് ഇന്റിജേഴ്സ്. അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് സബ്സെറ്റ് ഓഫ് ഇസഡ. പിന്നെ Q നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ ദ ഫോം P/Q. P/Q ഫോമിൽ എഴുതാവുന്നതെല്ലാം
ക്യൂ ആ. നമുക്ക് ഇതിനെല്ലാം ബി ബൈ ക്യൂ ആയിട്ട് എഴുതാം. -3 -3/1 എന്ന് എഴുതാം. -2 -2/1 എന്ന് എഴുതാം. 0 0/1 എന്ന് എഴുതാം. ഈ നമ്പേഴ്സിനെല്ലാം ബൈ 1 ഇട്ടാൽ മതി. അത് കൂടാതെ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. 1/2 ഉണ്ട്, 1/3 ഉണ്ട്, -3/2 ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇതെല്ലാം ഇസഡിന്റെ എല്ലാ എലമെന്റ്സും ക്യൂവിന്റെ അകത്ത് എഴുതാം. അപ്പൊ നമുക്ക് എഴുതാം ഇസഡ് സബ്സെറ്റ് ഓഫ് ക്യൂ. ഇനി ഈ ക്യൂ എല്ലാം റിയൽ നമ്പേഴ്സാണ്. ക്യൂവിൽ കൂടാതെ വരാത്ത കുറെ നമ്പേഴ്സും കൂടെ റിയലിന്റെ അകത്തുണ്ട്. അപ്പൊ ക്യൂവിനെക്കാട്ടിലും വലിയ സെറ്റാണ് ആർ. ക്യൂ സബ്സെറ്റ് ഓഫ് ആർ. അപ്പം നാച്ചുറൽ നമ്പർ ഇസഡിന്റെ സബ്സെറ്റ് ആണ്. ഇസഡ് ക്യൂവിന്റെ സബ്സെറ്റ് ആണ്. ഈ ക്യൂ തന്നെ ആറിന്റെ സബ്സെറ്റ്. അപ്പൊ നമ്മുടെ ഇപ്പം നിലവിലത്തെ കേസിൽ ഏറ്റവും വലിയ സെറ്റ് ആറാണ്. അപ്പൊ ഇത് വേണേൽ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് എൻ സബ്സെറ്റ് ഓഫ് ഇസഡ് സബ്സെറ്റ് ഓഫ് ക്യൂ സബ്സെറ്റ് ഓഫ് ആർ ഇതൊന്ന് ഓർത്തോണം കേട്ടോ. ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ എന്നും ക്യൂവും വെച്ച് ചോദിച്ചാൽ എന്നും ക്യൂവും ചോദിച്ചാൽ അതിനിടയ്ക്ക് ഏത് സിമ്പിൾ ഇടണം എന്ന് ചോദിച്ചാൽ എൻ സബ്സെറ്റ് ഓഫ് ക്യൂ. എന്നിനെക്കാളും ഒത്തിരി വലുതല്ലേ ക്യൂ. എൻ സബ്സെറ്റ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. ഇതിനെ കണക്ട് ചെയ്ത് ഏത് ചോദിച്ചാലും ഏതാ വലുതെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നും ക്യൂവും എടുത്താലും ക്യൂ ആ വലുത്. എന്നും ആറും എടുത്താൽ ആറാണ് വലുത്. എന്നും ഇസഡും എടുത്താൽ ഇസഡാണ് വലുത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരുന്ന് എഴുതിക്കോണം. ഇനി ആറും ഇസഡും ആണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ ഓർക്കുക. ആറും ഇസഡും. ആറ് റിയൽ, ഇസഡ് ഇൻഡിജർ. വലുത് ആറാ. അപ്പം ആറിന്റെ അവിടെ തുറന്നിരിക്കണം. സൂപ്പർ സെറ്റാണ്. ആർ ഇസ് ദ സൂപ്പർ സെറ്റ് ഓഫ് ഇസഡ്. അപ്പം വലുതിന്റെ അവിടെ തുറന്നിരിക്കണം, ചെറുതിന്റെ അവിടെ അടഞ്ഞിരിക്കണം. അങ്ങനെ ഓർത്താൽ മതി. ഇത് ഓർത്തിരിക്കും. ഇതെല്ലാം ഈ എൻ ഇസഡ് ക്യൂ ഇതെല്ലാം ആറിന്റെ സബ്സെറ്റുകളാണ്. ആറിന്റെ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റുകളാണ് ഇതെല്ലാം. ഇനി ഇത് കൂടാതെ റിയൽ നമ്പേഴ്സിന് കുറച്ച് സബ്സെറ്റുകളും കൂടി ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് എക്സാമിനൊക്കെ ചോദിക്കാവുന്നതാണ്. അതായത് ഇന്റർവെൽസ്. ഇന്റർവെൽസ് ആറിന്റെ സബ്സെറ്റുകളാണ് ഇന്റർവെൽസ്. ഇന്റർവെൽസ് ഇന്റർവെൽസ് 4 ടൈപ്പ് ഇന്റർവെൽസ് ഉണ്ട്. ഓപ്പൺ ഇന്റർവെൽ ഉണ്ട്, ക്ലോസ്ഡ് ഇന്റർവെൽ ഉണ്ട്, സെമി ഓപ്പൺ ഇന്റർവെൽ എന്ന് വെച്ചാൽ ഓപ്പൺ ക്ലോസ്ഡും ക്ലോസ്ഡ് ഓപ്പണും. ഫുള്ളി ഓപ്പൺ ഇന്റർവെൽസ് ഉണ്ട്, ഫുള്ളി ക്ലോസ്ഡ് ഇന്റർവെൽസ് ഉണ്ട്, പിന്നെ ഒരു സൈഡ് ഓപ്പണും ഒരു സൈഡ് ക്ലോസ്ഡും ആയിട്ട് അങ്ങനെ 4 ഇന്റർവെൽസ് ഉണ്ട്. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് 2 റിയൽ നമ്പേഴ്സ് എയും ബിയും ഉണ്ട്. എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്, ബിലോങ്സ് ടു ആർ. കൂടാതെ എ ലെസ് ദാൻ ബി ആയിരിക്കും. എ ലെസ് ദാൻ ബി. അങ്ങനെയാകുമ്പോൾ നമുക്ക് 4 ഇന്റർവെൽസ് ഇവിടെ ഡിഫൈൻ ചെയ്യാം. 4 ഇന്റർവെൽസ്. ആദ്യത്തേത് ഓപ്പൺ ഇന്റർവെൽ എ ബി. ഓപ്പൺ ഇന്റർവെൽ എന്ന് കാണിക്കാൻ വേണ്ടി ഈ ഓപ്പൺ ബ്രാക്കറ്റ്. ക്ലോസ്ഡ് ഇന്റർവെൽ ആണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇടും. ഓപ്പൺ ഇന്റർവെൽ എ ബി. ഓപ്പൺ ഇന്റർവെൽ എ ബിയുടെ ഡെഫിനിഷൻ ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ. എക്സ് എല്ലാം റിയൽ നമ്പേഴ്സ്. എല്ലാ റിയൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ് ഓപ്പൺ ഇന്റർവെൽസ്. വെറുതെ അല്ല, ഒരു കണ്ടീഷൻ ഉണ്ട്, കോമ. ഈ റിയൽ നമ്പർ ആർ എക്സ് എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ഇടയിൽ വരും. എയുടെയും ബിയുടെയും ഇടയിലുള്ള എല്ലാ പോയിന്റ്സും എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. എയെക്കാട്ടിലും എയുടെയും ബിയുടെയും ഇടയിൽ എയും ബിയും അവിടെ വരത്തില്ല കേട്ടോ. ഈക്വൽ ടു ഇല്ല, ഈക്വൽ ടു ഇല്ല. ഓപ്പൺ ഇന്റർവെൽ വരുമ്പോൾ എയും ബിയും ഇല്ല. അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ പോയിന്റ്സും വരും. അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ പോയിന്റ്സും അതാണ്. ഇപ്പൊ നിങ്ങൾ ഗ്രാഫ് വരച്ചത് അല്ലെ, നമുക്ക് അവസാനം ഗ്രാഫ് വരച്ച ഇങ്ങനെ ഇരിക്കും. എ ബി ഇങ്ങനെ ഈക്വൽ വരുന്നതൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിന്റെ നമ്പർ ലൈനിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എയും ബിയും ഇല്ല, അതിന്റെ ഇടയിലുള്ളതെല്ലാം ഉണ്ട്. അപ്പൊ എയും ബിയും ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടി ഒരു വട്ടം ഇതും. എയും ബിയും ഇല്ല, അതിന്റെ ഇടയിലുള്ള എല്ലാം ഉണ്ട്. എയും ബിയും കൂടെ ഉണ്ടെങ്കിൽ ആ വട്ടം ഡാർക്ക് ചെയ്യണം. നിങ്ങൾ അങ്ങനെ കഴിഞ്ഞ വർഷം ചെയ്തതാണ്. എയും ബിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഡാർക്ക് ചെയ്യും, ഇല്ലെങ്കിൽ അതിന്റെ ഇടയിലുള്ള ഇത്രയും പോർഷനാണ് ഈ ഇന്റർവെൽ. ഓപ്പൺ ഇന്റർവെൽ എ ബി വെച്ചാൽ എ മാത്രമില്ല, അതിന്റെ അടുത്തുള്ള എല്ലാ പോയിന്റ്സും ഉണ്ട്. അതുപോലെ ബി മാത്രം വരുന്നില്ല. ഇതാണ് ഓപ്പൺ ഇന്റർവെൽ എ ബി. എയുടെയും ബിയുടെയും ഇടയിൽ വരുന്ന എല്ലാ റിയൽ നമ്പേഴ്സും. എയുടെയും ബിയുടെയും ഇടയിൽ വരുന്ന എല്ലാ റിയൽ നമ്പേഴ്സും. അപ്പൊ ഇതാണ് ഓപ്പൺ ഇന്റർവെൽ എ ബി. ഇന്റർവെൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ നമ്മൾ ഓപ്പൺ ഇന്റർവെൽ ഒക്കെ ഒരുപാട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളിത് പഠിക്കണം, ഇന്റർവെൽസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓപ്പൺ ഇന്റർവെൽ ക്ലിയർ ആയല്ലോ. അടുത്തത് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസമുള്ളൂ. എയും ബിയും ഇൻക്ലൂഡഡ് ആണ്. എയും ബിയും ഉണ്ട്, ഈക്വൽ ഇട്ടാൽ മതി. ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ എഴുതും. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇപ്പം ക്ലോസ്ഡ് വരുന്നുണ്ടെങ്കിൽ ആ പോയിന്റും കൂടി ഉണ്ടെന്ന് അർത്ഥം. ഓപ്പൺ വരുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് മാത്രമില്ലെന്ന് അർത്ഥം. ഇത് നമ്മുടെ ഗ്രാഫ് വരച്ചാൽ എയും ബിയും അടയാളപ്പെടുന്നു. എ ഇത്, ബി ഇത്. അപ്പൊ എയും ബിയും ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഡാർക്ക് ചെയ്തിടണം. ഡാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് ഉണ്ടെന്ന് അർത്ഥം.
ബിയും ഉണ്ട്. അപ്പം ഡാർക്ക് ചെയ്തിടുക. അപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ളതല്ല, എയും ബിയും ഉൾപ്പെടെ അതിൻ്റെ ഇടയ്ക്കുള്ളതെല്ലാം ഉണ്ട്. എയും ബിയും ഉൾപ്പെടെ ഇൻക്ലൂഡഡ് ആ 2 പോയിന്റ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വരുന്ന എല്ലാം വരുന്നുണ്ട്. ഇതാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഇനി അടുത്തത് ഓപ്പൺ ക്ലോസ്ഡ്. ഒരു സൈഡ് ഓപ്പണും ഒരു സൈഡ് ക്ലോസ്ഡും. അത് തിരിച്ചും മറിച്ചും വരും. ഓപ്പൺ ഇൻ്റർവെൽ എ, ക്ലോസ്ഡ് ഇൻ്റർവെൽ ബി. സെമി ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ സെമി ക്ലോസ്, സെമി ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ക്ലോസ്ഡ് എ ബി. അതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാം, എ ഇല്ല ബി ഉണ്ട്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എ ഇല്ല ബി ഉണ്ട്. എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് ആൻഡ് എ ഇല്ലാത്തതുകൊണ്ട് ലെസ് ദാൻ എക്സ്, ബി ഉള്ളതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. എയുടെ ഭാഗം ഇല്ല, എ മാത്രമില്ല. പിന്നെ അങ്ങോട്ട് ബി വരെ, ബി ഉൾപ്പെടെ ഉണ്ട്. അപ്പം നിങ്ങൾ വരച്ചാൽ ഇത് എ, ഇത് ബി. എ ഇല്ല, ഇല്ലാത്തതുകൊണ്ട് വെറും വട്ടം മതി. ബി ഉള്ളത് കൊണ്ട് ഡാർക്ക് ചെയ്തിടുക. ഈ ഭാഗമാണ് ഓപ്പൺ ഇന്റർവെൽ എ ക്ലോസ്ഡ് ബി. ഓപ്പൺ എ ക്ലോസ്ഡ് ബി. ഇനി ഒരെണ്ണം കൂടെ തിരിച്ച്, എയുടെ ഭാഗം ക്ലോസ്ഡ്, ബിയുടെ ഭാഗം ഓപ്പൺ. എയുടെ ഭാഗം ക്ലോസ്ഡും ബിയുടെ ഭാഗം ഓപ്പണും വരുമ്പോൾ എയുടെ ഭാഗത്ത് ഈക്വൽ ഇടുക, ബിയുടെ ഭാഗത്ത് ഈക്വൽ ഇടാതിരിക്കുക. അത്രയേ ഉള്ളൂ. എക്സ് സച്ച് ആൻഡ് എക്സ് ബിലോങ്സ് ടു ആർ. എ ഉണ്ട്, അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വരും. ബി ഇല്ല, അപ്പോൾ വെറും ലെസ് ദാൻ ബി വരും. ഇതിന്റെ ഗ്രാഫ് വരച്ച് എയുടെ ഭാഗം ഇത് എ, ഡാർക്ക് ചെയ്തിടുക. ഇത് ബി, ഇപ്പൊ ബി ഇല്ല, വെറുതെ ഇട്ട് വട്ടം വരച്ചാൽ മതി. എയുടെ അവിടെ ഡാർക്ക് ചെയ്തിടണം, എ ഉള്ളതുകൊണ്ട്. ബി ഇല്ലാത്തതുകൊണ്ട് ബിയുടെ അവിടെ വെറുതെ വട്ടം വരയ്ക്കാം. ഇങ്ങനെ 4 ഇന്റർവെൽസ് ആണ് ഉള്ളത്. ഓപ്പൺ ഇന്റർവെൽ, ഓപ്പൺ ഇന്റർവെൽ വരുമ്പോൾ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി വരുമ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അതുപോലെ അടുത്തത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇതിന്റെ കുറെ പ്രോബ്ലംസും കൂടെ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? സബ്സെറ്റ്. സബ്സെറ്റ് എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എയുടെ എല്ലാ എലമെന്റ്സും ബിയിൽ വേണം. അങ്ങനെയാണെങ്കിൽ എ ഇസ് ദ സബ്സെറ്റ് ഓഫ് ബി. ഇനി എല്ലാ എലമെന്റ്സും ബിയിൽ വരുന്ന കൂടാതെ എ നോട്ട് ഈക്വൽ ടു ബിയും കൂടെ വന്നാൽ, ഈക്വൽ അല്ലാതെയും കൂടെ വന്നാൽ അത് എ എന്ന് പറഞ്ഞാൽ ബിയുടെ പ്രോപ്പർ സബ്സെറ്റാണ്. പ്രോപ്പറായിട്ടും എയ്ക്കകത്ത് ബി വരുന്നുണ്ട്, പ്രോപ്പർ സബ്സെറ്റാണ്. ഇനി അത് തിരിച്ചും പറയാം, ബി ഇസ് ദ സൂപ്പർ സെറ്റ്. ബി ഇസ് ദ സൂപ്പർ സെറ്റ് ഓഫ് എ. പിന്നെ അതിൻ്റെ എയുടെ കുറേ സബ്സെറ്റുകളിൽ പ്രധാനം ഫൈ ആണ്. നൾ സെറ്റ് ഫൈ എല്ലാത്തിൻ്റെ സബ്സെറ്റാണ്. ഏത് സെറ്റ് എടുത്താലും ഫൈ അതിൻ്റെ സബ്സെറ്റാണ്. അതുപോലെ തന്നെ ഒരു സെറ്റ് എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. പിന്നെ നമ്മൾ കുറേ സബ്സെറ്റുകൾ എഴുതി. എ എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നാൽ അതിൻ്റെ സബ്സെറ്റുകൾ നമുക്ക് ഇഷ്ടംപോലെ എഴുതാം. ഫൈ എഴുതാം, ഒരു എലമെന്റ്സ് മാത്രമുള്ള എഴുതാം, 2 എലമെന്റ്സ് വരുന്ന, അങ്ങനെ കുറേ സബ്സെറ്റുകൾ എഴുതാം. അപ്പോൾ അതൊക്കെ എഴുതി. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ഇൻ്റർവെൽസാണ്, നമ്മുടെ റിയൽ ലൈനിൻ്റെ സബ്സെറ്റുകൾ ആദ്യം പറഞ്ഞു, എൻ ക്യു ഐ സെഡ് ഒക്കെ പറഞ്ഞു, കൂടാതെ ഇൻ്റർവെൽസും. ഇനി പിന്നെ ഒരു കാര്യം കൂടെ പറയണ്ടേ, ഒരു സെറ്റ് സിംഗിൾട്ടൺ സെറ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല, ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റ്. ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനാണ് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റ് 1 അതിൻ്റെ ഒറ്റ എലമെന്റേ ഉള്ളൂ, 1. സെറ്റ് എ അത് ഒറ്റ എലമെന്റ് ഉള്ളൂ. അപ്പം ഇങ്ങനെ വരുന്ന സെറ്റിനാണ് നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. ഒരു എലമെന്റ് മാത്രം വരുന്ന സെറ്റ് സിംഗിൾട്ടൺ സെറ്റ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. കൂടെ ചെയ്യാം. കുറച്ച് സെറ്റ് തന്നിട്ടുണ്ട്. 5 എ ഈക്വൽ ടു സെറ്റ് 1 3, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 5 9, സി ഈക്വൽ ടു സെറ്റ് 1 3 5 7 9. 4 സെറ്റ് തന്നിട്ടുണ്ട്. ഇത് നോക്കാം. 5 എയുടെ സബ്സെറ്റ്. 5 എന്ന് പറഞ്ഞാൽ എയുടെ മാത്രമല്ല എല്ലാത്തിൻ്റെ സബ്സെറ്റാണ്. 5 ബിയുടെ സബ്സെറ്റാണ്, 5 സിയുടെ സബ്സെറ്റാണ്. എല്ലാത്തിൻ്റെയും സബ്സെറ്റ്, എയുടെ ബിയുടെ സിയുടെ ഒക്കെ സബ്സെറ്റുകളാണ് 5. ഇനി നോക്കാം, എയും ബിയും നോക്കാം. എയും ബിയും സബ്സെറ്റാണ്. ആ സബ്സെറ്റ് പറഞ്ഞപ്പോൾ ഞാനൊരു സംഗതി പറയാൻ വിട്ടുപോയേ. എ ബിയുടെ സബ്സെറ്റ് അല്ലെങ്കിൽ, അതായത് എയുടെ എല്ലാ എലമെന്റ്സും ബിയിൽ ഇല്ല എങ്കിൽ, സബ്സെറ്റ് അല്ലെങ്കിൽ നമുക്ക് നോട്ട് സബ്സെറ്റ് എന്ന് പറയാം. ഈക്വൽ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് അല്ലെങ്കിൽ നോട്ട് സബ്സെറ്റ് ഇങ്ങനെ വരുന്നത്. എ എന്ന് പറഞ്ഞാൽ ബിയുടെ സബ്സെറ്റ് അല്ല എങ്കിൽ, എയിലെ എല്ലാ എലമെന്റ്സും ബിയിൽ ഇല്ല എങ്കിൽ നമുക്കത് നോട്ട് എ സബ്സെറ്റ് എന്ന് പറയാം, വെട്ടിയിടാം.
അപ്പൊ നിങ്ങളിവിടെ നോക്കുക എയും ബിയും A13 B15 എ ബിയുടെ സബ്സെറ്റ് ആണോ? 1 ഇവിടെയുണ്ട്, 3 പക്ഷേ ഇവിടെ ഇല്ല. എ ഒരിക്കലും ബിയുടെ സബ്സെറ്റ് അല്ല. സബ്സെറ്റ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടി സബ്സെറ്റിന്റെ സിമ്പിൾ ഇട്ട് വെട്ടിയിടുക. എ ഇസ് നോട്ട് സബ്സെറ്റ് ഓഫ് ബി. ഈ എയും സിയും നോക്കിക്കേ, എയും സിയും സബ്സെറ്റ് ആണോ? എയിലെ എല്ലാ എലമെന്റ്സും സിയിലുണ്ടോ നോക്കിയാൽ മതി. എയിലെ 1 സിയിലുണ്ട്, 3യും സിയിലുണ്ട്. 1ഉം 3യും സിയിലുള്ളതുകൊണ്ട് എയിലെ എല്ലാ എലമെന്റ്സും സിയിലുണ്ട്. അപ്പൊ നമുക്കറിയാം എ ഇസ് ദ സബ്സെറ്റ് ഓഫ് സി. സബ്സെറ്റും സിയും ഒക്കെ ഒരേപോലെ തോന്നുന്ന ചിഹ്നം സി തന്നെയല്ലേ സബ്സെറ്റ്. ഇച്ചിരി നിങ്ങൾ സബ്സെറ്റ് ഇച്ചിരി നീട്ടി വരച്ചാൽ മതി, അപ്പോൾ അത് ക്ലിയർ ആയിക്കോളും. എ സബ്സെറ്റ് ഓഫ് സി. പിന്നെ ബിയും സിയും നോക്കുക. ബിയും സിയും നോക്കിക്കേ. ബിയിലെ എല്ലാ എലമെന്റ്സും സിയിലുണ്ടോ നോക്കിയാൽ ബിയിലെ 1 ഉണ്ട്, 5 ഉണ്ട്, 9 ഉണ്ട്. അപ്പൊ ധൈര്യമായിട്ട് പറയാം ബി ഇസ് ദ സബ്സെറ്റ് ഓഫ് സി. അപ്പൊ സബ്സെറ്റ് ആണോ അല്ലോ എന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലായല്ലോ. ഒരു സെറ്റിൻ്റെ അകത്ത് എല്ലാ എലമെന്റ്സും അടുത്ത സെറ്റിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. പിന്നെ 5 തന്നാൽ ഒന്നും ആലോചിക്കേണ്ട, എല്ലാത്തിൻ്റെയും സബ്സെറ്റാണ്. ഓക്കെ. അതുപോലെ സെറ്റ് ടു 5 എഴുതിയാൽ സബ്സെറ്റ് അല്ല കേട്ടോ. സെറ്റ് ടു 5 എഴുതിയാൽ ഒരിക്കലും നോട്ട് എ സബ്സെറ്റ് ഓഫ് എ, ഒന്നിന്റെ സബ്സെറ്റ് അല്ല. സെറ്റ് 5 എന്ന് പറയുമ്പോൾ 5 എന്ന് പറഞ്ഞ എലമെന്റ് ആ സെറ്റിൽ ഇല്ലെങ്കിൽ ഒരിക്കലും സബ്സെറ്റ് ആവത്തില്ല. നോക്കണം. പിന്നെ എന്ന് പറയുന്നൊരു സെറ്റ് 1 2 3 4 5 നോക്കുക. സെറ്റ് 1 എയുടെ സബ്സെറ്റ് ആണോ? സെറ്റ് 1 ഈ 1 ഇതിനകത്തുണ്ടല്ലോ, എക്കകത്തുണ്ടല്ലോ. സെറ്റ് 1 എന്ന് പറഞ്ഞാൽ എയുടെ സബ്സെറ്റ്. എയിലെ എലമെന്റ്സ് എഴുതുക, സെറ്റ് ഇടുക. എലമെന്റ്സിന് സെറ്റിന്റെ സിമ്പിൾ ഇടണം, സബ്സെറ്റ് ഓഫ് എ. അതുപോലെ എയിലെ 2 എലമെന്റ്സ് ആണ് 1ഉം 2. 1ഉം 2ഉം 2 എലമെന്റ്സ്, അതിന്റെ സെറ്റ് വേണം എടുക്കാൻ. എലമെന്റ്സിന്റെ സെറ്റ്, സബ്സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സെറ്റാണ്. എലമെന്റ്സിന് സെറ്റിന്റെ സിമ്പിൾ ഇടണം. എലമെന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എഴുതാം. 1 എഴുതാം, 2 എണ്ണം എഴുതാം, 3 എണ്ണം എഴുതാം, എത്ര വേണേലും എഴുതാം. പക്ഷെ അതൊരു സെറ്റിന്റെ അകത്ത് എഴുതുമ്പോഴാണ് സബ്സെറ്റ് ആവുന്നത്. സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ദാറ്റ് ഈസ് എ സെറ്റ്. അപ്പൊ സെറ്റ് ആയിരിക്കണം. അപ്പം 1 2 എയുടെ സബ്സെറ്റ് ആണോ നോക്കുക. 1ഉം 2ഉം എ ഉണ്ട്, എക്കകത്തുണ്ട്, സബ്സെറ്റ് ആണ്. അതുപോലെ സെറ്റ് 1 3 4 5. 1ഉം 3ഉം 4ഉം 5ഉം എയിലുണ്ടോ നോക്കിയാൽ 1 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. അത് എയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി സബ്സെറ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. അതങ്ങനെ എഴുതുക. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങളെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ. കാര്യം സിമ്പിൾ ആണ്. എ ഈസ് ഈക്വൽ ടു സെറ്റിന്റെ അകത്ത് സെറ്റ് 1, സെറ്റ് 2ഉം 3ഉം, വെറും 4, സെറ്റ് 5ഉം 6ഉം. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഏന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് പിന്നെ സെറ്റ് കയറി വന്നേക്കുക. അപ്പം എന്നിട്ട് കുറെ ട്രൂ ഓർ ഫോൾസ്, ട്രൂ ആണോ ഫോൾസ് ആണോ. അത് നിങ്ങൾ ആദ്യം ഒരു കാര്യം ഓർത്തോണേ. ഇങ്ങനെ ഒരു സെറ്റ് തന്നാൽ ഈ സെറ്റിനകത്തെ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് എഴുതുക. ആദ്യം നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. അപ്പൊ നമുക്ക് പറയാം സെറ്റിന്റെ അകത്തെ എലമെന്റ്സ് കോമായിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കുന്ന എലമെന്റ്സ്. അപ്പൊ നിങ്ങൾ സെറ്റ് സിമ്പിൾ കഴിഞ്ഞ് ഫസ്റ്റ് കോമ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ എലമെന്റ് വെറും 1 അല്ല, സെറ്റ് 1 ആണ്. സെറ്റ് 1 ആണ് എയിലെ ഒരു എലമെന്റ്. അടുത്ത എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തെ കോമ നിങ്ങൾ നോക്കിയത്. അടുത്ത എലമെന്റ് ഈ രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന അടുത്ത എലമെന്റ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ സെറ്റ് 1 എന്ന് പറഞ്ഞാൽ ഒരുമിച്ചാണ്. അത് എയിലെ ഒരു എലമെന്റ് മാത്രമാണ്. അടുത്ത എലമെന്റ് 2ഉം 3ഉം കൂടെ ഒരുമിച്ച് വരണം, അത് അടുത്ത എലമെന്റ്. അടുത്ത 4 തന്നെ വന്നില്ല, 4 ബിലോങ്സ് ടു എ. 4 എയിലെ ഒരു എലമെന്റ്. അടുത്തതെന്ന് പറയുന്നത് 4 കഴിഞ്ഞാൽ അടുത്തത് ഈ 5ഉം 6ഉം ഒരുമിച്ചാണ് വരുന്നത്. 5ഉം 6ഉം ഒരുമിച്ച് വന്നിട്ട്. അപ്പൊ ഈ 4 എലമെന്റ്സ് ഈ സെറ്റിന് എക്ക് 1 2 3 4 അങ്ങനെ 4 എലമെന്റ്സേ ഉള്ളൂ. എവിടെ കോമ കണ്ടാലും അതെല്ലാം എലമെന്റ്സ് ആണെന്ന് വിചാരിക്കരുത്. അതിന്റെ ഇടയ്ക്ക് സെറ്റിന്റെ അകത്ത് വേറൊരു സെറ്റ് തന്നാൽ അത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യരുത്. അത് ഒറ്റ എലമെന്റാണ്. വേറൊരു സെറ്റ് തന്നാൽ ക്ലോസ്ഡ് ആയിട്ട് കിടക്കുക, അത് സിംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒരു എലമെന്റ് സെറ്റ് 1, സെറ്റ് ഉൾപ്പെടെയുള്ളതാണ് ഒരു എലമെന്റ്. അടുത്ത എലമെന്റ് സെറ്റ് 2 3 ആണ്. അടുത്ത എലമെന്റ് വെറും 4 ആണ്. അടുത്ത എലമെന്റ് സെറ്റ് 5 6 ആണ്. അത് ശരിക്കും മനസ്സിലുണ്ടാകും. ഈ തന്നേക്കുന്നത് മുഴുവൻ എലമെന്റ്സ് ആണ്. നിങ്ങൾ സബ്സെറ്റ് വരണമെങ്കിൽ അതിന് പിന്നെയും സെറ്റിന്റെ സിമ്പിൾ ഇടണം. സബ്സെറ്റ് വരണമെങ്കിൽ ഈ എലമെന്റ്സ് സെറ്റിൻ്റെ അകത്ത് എഴുതാം. അങ്ങനെ വന്നാലാണ് സബ്സെറ്റ് ആവുന്നത്.
നമുക്കിനി അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നോക്കാനായിട്ട്. ട്രൂ ആണോ ഫോൾസ് ആണോ. 5 സബ്സെറ്റ് ഓഫ് എ. 5 നമുക്ക് ധൈര്യമായിട്ട് പറയാം ട്രൂ ആണ്. ഇത് ട്രൂ ആണ്. 5 എല്ലാത്തിൻ്റെയും സബ്സെറ്റാണ്, അത് നമുക്കറിയാം, അത് ട്രൂ ആണ്. അടുത്തത് സെറ്റ് 1. സെറ്റ് 1 സബ്സെറ്റ് എ. സെറ്റ് 1 എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ഓഫ് എ ആണോ? സെറ്റ് 1 ബിലോങ്സ് ടു എ. ബിലോങ്സ് ടു എ വന്നാൽ ഒരിക്കലും സബ്സെറ്റ് ആവത്തില്ല. സെറ്റ് 1 എന്ന് ഒരു എലമെന്റ് മാത്രമാണ്, ഒരു എലമെന്റ് മാത്രം എടുത്താൽ അത് സബ്സെറ്റ് ആവത്തില്ല. അപ്പൊ ഇത് ഫോൾസ് ആണ്. റീസൺ എഴുതണം. ഫോൾസ് വന്നാൽ റീസൺ എഴുതണം. റീസൺ ഇതാണ്, സെറ്റ് 1 ബിലോങ്സ് ടു എ. സെറ്റ് 1 ഒരു എലമെന്റ് മാത്രമാണ്, എലമെന്റ് ഒരിക്കലും സബ്സെറ്റ് ആവത്തില്ല. എലമെന്റിന് സെറ്റിന്റെ സിമ്പിൾ ഇടുമ്പോഴാണ്. അതേസമയം ഇതിന്റെ സെറ്റ് ഓഫ് സെറ്റ് 1 എന്നായിരുന്നെങ്കിൽ ഇത് സബ്സെറ്റ് ആയി. എലമെന്റിന് സെറ്റിന്റെ സിമ്പിൾ ഇടണം. അപ്പൊ എലമെന്റിന് ഓൾറെഡി ഒരു സെറ്റിന്റെ സിമ്പിൾ ഉണ്ടെന്നെങ്കിൽ ഇത് സിമ്പിൾ ഉണ്ട്, പക്ഷെ അതിന് ഒന്നും കൂടെ സെറ്റ് സിമ്പിൾ ഇട്ടാലേ സബ്സെറ്റ് ആവുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ മനസ്സിലായോ? സെറ്റ് 1 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് മാത്രമാണ്. ഒരു എലമെന്റ് മാത്രം എടുത്താൽ അത് സബ്സെറ്റ് ആവത്തില്ല. ആ എലമെന്റ് ഒരു സെറ്റിന്റെ അകത്ത് ഇട്ടാലേ സബ്സെറ്റ് ആവുള്ളൂ. അപ്പം ഈ സെറ്റ് 1 വേറൊരു സെറ്റിന്റെ അകത്ത് ഇങ്ങനെ ഇട്ടാൽ ദിസ് ഈസ് ദ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാം. അല്ലാതെ ഈ സെറ്റ് ഇല്ലാതെ ഇങ്ങനെ ഇട്ടാൽ ഇതൊരിക്കലും സബ്സെറ്റ് ആവത്തില്ല. എലമെന്റ് ഒരിക്കലും സബ്സെറ്റ് അല്ല. എലമെന്റ് മാത്രമാണ്. ആ എലമെന്റിന് സെറ്റ് സിമ്പിൾ ഇടുമ്പോഴാണ് അത് സബ്സെറ്റ് ആവുന്നത്. അത് ഓർത്തോണം. അപ്പൊ ഇവിടെ നമുക്ക് പറയാം സെറ്റ് 1. അപ്പൊ സെറ്റിന്റെ സിമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സബ്സെറ്റ് ആവത്തില്ല. ആ സെറ്റിന്റെ സിമ്പിൾ എലമെന്റ് ആയിട്ട് കിടക്കുന്നതാണ്. അപ്പൊ അതിന് എക്സ്ട്രാ ഒരു സെറ്റ് സിമ്പിളും കൂടി ഇട്ടാൽ സബ്സെറ്റ് ആവും. അപ്പൊ ഇത് ഇവിടെ നമുക്ക് പറയാം ഇത് എലമെന്റ് ആണ്. എലമെന്റ് ഒരിക്കലും സബ്സെറ്റ് അല്ല. ഒരിക്കലും ഒരു എലമെന്റ് തന്നെ സബ്സെറ്റ് ആവത്തില്ല. ആ എലമെന്റ് സെറ്റിന്റെ അകത്ത് ഇടുമ്പോഴാണ് സബ്സെറ്റ് ആവുന്നത്. ഓർത്തോണം. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് സെറ്റ് 2, 3 ബിലോങ്സ് ടു എ. സെറ്റ് 2, 3 എന്ന് പറഞ്ഞാൽ ബിലോങ്സ് ടു എ. അത് ട്രൂ. 2, 3 എന്ന് പറഞ്ഞാൽ ക്ലിയർ. ഇതിൻ്റെ അകത്ത് ഒരു എലമെന്റാ. അത് നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞായിരുന്നു. ഈ പ്രത്യേകിച്ച് പറയുന്നത് ട്രൂ ആണ്. ഇനി സെറ്റ് 4 സബ്സെറ്റ് എ. സെറ്റ് 4 എയുടെ സബ്സെറ്റ് ആണോ? എയുടെ സബ്സെറ്റ് ആണോ? നോക്കിക്കേ. വെറും 4 ആണ് ബിലോങ്സ് ടു എ. വെറും 4 ബിലോങ്സ് ടു എ. ആ എലമെന്റിന് സെറ്റ് സിമ്പിളിന്റെ അകത്തിട്ടാണ് സബ്സെറ്റ്. അപ്പൊ ഇത് ട്രൂ ആണ്. ഈ 4 എന്ന് പറയുന്നത് ഇവിടെ സെറ്റ് ഇല്ലാതെ ചുമ്മാതാണ് കിടക്കുന്നത്. ചുമ്മാതെയാണ് 4 ബിലോങ്സ് ടു എ. 4 ബിലോങ്സ് ടു എ. അപ്പൊ 4 ഒരു എലമെന്റ് ആണ്. ആ എലമെന്റ് സെറ്റിന്റെ അകത്തിട്ടാൽ സബ്സെറ്റ് ആയി. എലമെന്റ് സെറ്റിന്റെ അകത്തിട്ടാൽ സബ്സെറ്റ് ആയി. ഒന്നും ആലോചിക്കണ്ട. ഇവിടെ 4ന്റെ പ്രശ്നമില്ല. ഇത് ട്രൂ ആണ്. ട്രൂ ആണ്. ഇനി സെറ്റ് 4ഉം സെറ്റ് 5, 6ഉം സബ്സെറ്റ് എ. 4ഉം 5, 6ഉം. 4 എന്ന് പറഞ്ഞ എയുടെ എലമെന്റ് ആണ്. 5, 6ഉം കൂടെ ഉണ്ടായിരുന്നല്ലോ, ഞാനത് മായിച്ചു പറഞ്ഞാൽ. 5, 6ഉം ബിലോങ്സ് ടു എ. 4ഉം 5, 6ഉം രണ്ടും എയുടെ എലമെന്റ്സ് ആണ്. ആ എലമെന്റ്സ് രണ്ടും കൂടെ ഒരു സെറ്റിന്റെ അകത്തിട്ടാൽ അത് സബ്സെറ്റാ. രണ്ട് എലമെന്റ്സ് ഇത് ട്രൂ ആണ്. 4ഉം ബിലോങ്സ് എലമെന്റ് ആണ്. 5, 6ഉം എലമെന്റ്. 4ഉം 5, 6ഉം എലമെന്റ് ആണ്. അപ്പൊ അത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു സെറ്റിലാണ്. എലമെന്റ്സ് എത്ര വേണേലും ഒരു സെറ്റിന്റെ അകത്തിടാം. ഏതൊക്കെ എലമെന്റ്സ് എടുത്ത് സെറ്റിന്റെ അകത്തിട്ടാലും അത് സബ്സെറ്റ്. അപ്പോൾ 4 ഒരു എലമെന്റ് ആണ്. സെറ്റ് 5, 6ഉം ഒരു എലമെന്റ്. അപ്പൊ അത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു സെറ്റിന്റെ അകത്തിട്ടാൽ അത് സബ്സെറ്റാണ്. അപ്പം ഇത് ട്രൂ ആണ്. അപ്പം അത് ശ്രദ്ധിച്ചോണം. അവിടെ കൺഫ്യൂഷൻ ആക്കാം. ഈ സെറ്റിൻ്റെ അകത്ത് പിന്നെ സെറ്റ് കയറി വരുമ്പോൾ തെറ്റാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുമുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതിൻ്റെ അകത്ത് വരുന്ന ആണ് എലമെന്റ്സ്. എലമെന്റ്സ് സെറ്റിൻ്റെ അകത്ത് ഇട്ടാലേ സബ്സെറ്റ് ആവുള്ളൂ. സബ്സെറ്റ് എന്ന് പറയുമ്പോൾ സെറ്റ് വേണം. എലമെന്റ്സ് ഒരിക്കലും സബ്സെറ്റ് ആവത്തില്ല. എലമെന്റ്സ് സെറ്റിൻ്റെ അകത്ത് ഇട്ടാലേ സബ്സെറ്റ് ആവുള്ളൂ. അപ്പം അത് ഓർമ്മയിൽ വെച്ചോണം. ഇനി നമ്മൾ സബ്സെറ്റ് ആണോ? സബ്സെറ്റ് അല്ലയോ? ആ സിമ്പിള്, സബ്സെറ്റിന്റെ സിമ്പിൾ ഇത് നോട്ട് സബ്സെറ്റ് എന്നുള്ള സിമ്പിൾ ഇത്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇട്ടാൽ മതി. അടുത്തത് 2, 3, 4 സബ്സെറ്റ് ആണ്. ആ സിമ്പിൾ ഇടണം. ഡാഷ് ഇട്ടു. 1, 2, 3, 4 നോക്കുക. ഈ സെറ്റിന്റെ സബ്സെറ്റ് ആണോ നോക്കുക. 2 ഇവിടെയുണ്ട്, 3 ഇവിടെയുണ്ട്, 4 ഇവിടെയുണ്ട്. ധൈര്യമായിട്ട് അറിയാം സബ്സെറ്റ് ആണ്. സബ്സെറ്റാ. ഇനി ABC സെറ്റ് ABC ഡാഷ് സെറ്റ് BCD. ABC BCD സബ്സെറ്റ് ആണെന്ന്. A ഇവിടെ
എക്സ് സെറ്റ് എക്സ് ഈസ് എ സർക്കിൾ ഇൻ പ്ലെയിൻ. പ്ലെയിനിലുള്ള എല്ലാ സർക്കിളിന്റെയും കളക്ഷൻ, ഓൾ സർക്കിൾസ്. ഞാൻ സിമ്പിൾ ആയിട്ട് ഓൾ സർക്കിൾസ് എന്നാണ് എഴുതി. എല്ലാ സർക്കിളും പ്ലെയിനിലെ സെറ്റ് ഓഫ് ഓൾ സർക്കിൾസ് എന്നാണ്. അതപ്പം ഞാൻ സിമ്പിൾ ആയിട്ട് ഓൾ സർക്കിൾസ് എല്ലാ സർക്കിളും ആണ് ഫസ്റ്റ് സെറ്റ്. അടുത്തതുള്ള സെറ്റ് ഓഫ് ഓൾ എക്സ് സെറ്റ് സർക്കിൾ വിത്ത് റേഡിയസ് 1. സർക്കിൾ വിത്ത് റേഡിയസ് 1. ഒരു റേഡിയസ് മാത്രമുള്ള സർക്കിളാണ് രണ്ടാമത് നിങ്ങൾ. ഇവിടെ എല്ലാ സർക്കിളും വരുന്നുണ്ട്. ഇതിനകത്ത് ഇവിടെ ഒരു സർക്കിൾ മാത്രമേ ഉള്ളൂ, ഒരു റേഡിയസ് ഉള്ള സർക്കിൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നോക്കുക, എല്ലാ സർക്കിളിൻ്റെ അകത്താണ് ഒരു സർക്കിൾ ഉള്ളത്, ഒരു റേഡിയസ് ഉള്ളത് വരുന്നത്. ഇത് ഒരു യൂണിറ്റ് 2 യൂണിറ്റ് റേഡിയസ് എല്ലാ റേഡിയസും വരുന്ന സർക്കിളാണ് ഇത്. പക്ഷെ ഇത് അതിനെക്കാട്ടും ചെറുതാണ്. റേഡിയസ് 1 വരുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ റേഡിയസ് 1 വരുന്ന സർക്കിൾ മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാ സർക്കിളും ഉണ്ട്. ഇതിനകത്ത് എല്ലാം ഇവിടെ വരുന്നില്ല. ഇതാ വലുത്, ഇത് ചെറുതാ. അപ്പോൾ ഒരിക്കലും ഫസ്റ്റ് സെറ്റ് സെക്കൻഡിന്റെ സബ്സെറ്റ് അല്ല, നോട്ട് എ സബ്സെറ്റ്. ഈ 2 സിമ്പിൾ ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സബ്സെറ്റ് അല്ല, ആദ്യത്തേത് വലുതും രണ്ടാമത്തെ ചെറുതുമാണ്. രണ്ടാമത്തേതിൻ്റെ അകത്തേതെല്ലാം ഫസ്റ്റിൽ വരുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ സർക്കിളും ഇവിടെ വരുന്നുണ്ട്. കാരണം ഇവിടെ എല്ലാ സർക്കിളുമാണ്, ഹോൾ സർക്കിളാണ്. ഏത് റേഡിയസ് വന്നാലും ഇവിടെ നമുക്ക് എടുക്കാം. പക്ഷെ രണ്ടാമത് വന്നതിനകത്ത് ഒരു യൂണിറ്റ് റേഡിയസ് ഉള്ളത് മാത്രമേ ഉള്ളൂ. അതാ ചെറിയ സെറ്റ്. ഇത് വലിയ സെറ്റുമാണ്. അപ്പോൾ ഒരിക്കലും വലിയ സെറ്റ് ചെറുതിൻ്റെ സബ്സെറ്റ് ആവത്തില്ല. അപ്പം നോട്ട് സബ്സെറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ അടുത്തത് സെറ്റ് ഹോൾ സ്റ്റുഡൻസ് ഇൻ +1 ഇൻ എ സ്കൂൾ. ഒരു പർട്ടിക്കുലർ സ്കൂളിലെ +1 സ്റ്റുഡൻസിൻ്റെയാണ് ആദ്യത്തേത് +1 സ്റ്റുഡൻസ്. ഒരു പർട്ടിക്കുലർ സ്കൂളിലെ +1 സ്റ്റുഡൻസിന്റെ സെറ്റാണ് ഫസ്റ്റ്. രണ്ടാമത്തേത് ഓൾ സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ. ഓൾ സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ. സ്കൂളിലെ ആദ്യത്തെ സെറ്റ് +1 സ്റ്റുഡൻസ് മാത്രം. രണ്ടാമത്തെ സെറ്റ് ഓൾ സ്റ്റുഡൻസ്. അപ്പം +1 സ്റ്റുഡൻസ് എല്ലാം ഓളിൻ്റെ അകത്ത് വരുമല്ലോ. ഓൾ എന്ന് പറയുമ്പോൾ 1 തൊട്ട് 12 വരെയുള്ള എല്ലാം വരുന്നുണ്ട്. ഇവിടെ +1 മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടുത്തെ എല്ലാ കുട്ടികളും ഇതിനകത്തുണ്ട്. അപ്പം നമുക്ക് ധൈര്യമായിട്ടൊരു സബ്സെറ്റ്. അങ്ങനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ആദ്യത്തെ സെറ്റ്, സെറ്റ് ഓഫ് ഓൾ റെക്ടാങ്കിൾസ് രണ്ടാമത്തെ സെറ്റ്. ആദ്യത്തെ സെറ്റ് ട്രയാങ്കിൾസ്, രണ്ടാമത്തെ സെറ്റ് റെക്ടാങ്കിൾസ്. ട്രയാങ്കിൾസും റെക്ടാങ്കിൾസും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ട്രയാങ്കിൾസ് എല്ലാം റെക്ടാങ്കിൾസ് ചതുരം, ട്രയാങ്കിൾ ത്രികോണം ഒരിടത്ത് ത്രികോണോ ഒരിടത്ത് റെക്ടാങ്കിളോ ചതുരമോ. അപ്പം അത് നമുക്ക് സബ്സെറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. നോട്ട് എ സബ്സെറ്റ്. പിന്നെ പറഞ്ഞാൽ ഫസ്റ്റ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ്. ആദ്യത്തെ സെറ്റ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ്. എന്താണെന്ന് അറിയാമല്ലോ, സമഭുജ ത്രികോണം. എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് വരുന്നത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ്. എല്ലാം ഈക്വൽ ആയിട്ട് വരുന്നതാണ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ്. അതാണ് ഫസ്റ്റ് സെറ്റ്. രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്. ഇത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് മാത്രം, ഇത് ഓൾ എല്ലാം ഉണ്ട്. ഇപ്പൊ ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് ഓളിൻ്റെ അകത്ത് വരുമല്ലോ. അപ്പൊ നമുക്ക് സബ്സെറ്റ് വരുന്നത് അത് സബ്സെറ്റ് ആണ്. അതുപോലെ നിങ്ങൾ നോക്കിയാൽ മതിയേ, മനസ്സിലാവും. പിന്നെ ഞാൻ മുമ്പ് എഴുതിയാൽ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഒരു സെറ്റും കൂടെ തരാം. എന്ന് പറയുന്ന സെറ്റ് 1 2 സെറ്റ് 3 4 5 ഇപ്പൊ എലമെന്റ്സ് 1 എലമെന്റ് ആണ്, 1 ബിലോങ്സ് ടു എ ആണ്, 2 ബിലോങ്സ് ടു എ ആണ്. അടുത്ത എലമെന്റ് സെറ്റ് 3 4 ആണ്. സെറ്റ് 3 4 ആണ് അടുത്ത എലമെന്റ്. അടുത്ത 5 ബിലോങ്സ് ടു എ. അപ്പൊ 4 എലമെന്റ്സ് ആണ്. ഒരെണ്ണം 1 ഒരെണ്ണം 2 പിന്നെ 3 4 ഒരുമിച്ചാണ്. സെറ്റ് 3 4 സെറ്റ് ഉൾപ്പെടെ ഒരു എലമെന്റ്. അടുത്ത എലമെന്റ് 5. അപ്പൊ അത് വെച്ചുകൊണ്ട് നിങ്ങൾ എഴുതണം സെറ്റ് 3 4 ബിലോങ്സ് ടു എ ട്രൂ ആണ്. നമ്മളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി സെറ്റിന്റെ അകത്ത് സെറ്റ് 3 4 സബ് സെറ്റ് എ. 3 4 ഒരു എലമെന്റ് ആണ്. അപ്പൊ അത് സെറ്റിന്റെ അകത്ത് വന്നാൽ സബ്സെറ്റ് ആണ്. എലമെന്റ് സെറ്റിന്റെ അകത്ത് എഴുതിയ സബ്സെറ്റ്. നമ്മൾ പറഞ്ഞല്ലോ സെറ്റ് 3 4 ഒരു എലമെന്റ് ആണ്, അതൊരു സെറ്റിന്റെ സിമ്പിളിന്റെ അകത്തിട്ട് സബ്സെറ്റ് ആണ്. അത് ഓക്കെയാണ്. പിന്നെ 1 ബിലോങ്സ് ടു എ ട്രൂ ആണ്. 1 സബ്സെറ്റ് എ 1 ഒരു എലമെന്റ് ആണ്, അതൊരിക്കലും സബ്സെറ്റ് ആവത്തില്ല. എലമെന്റ് ഒരിക്കലും സബ്സെറ്റ് അല്ല. പക്ഷെ സെറ്റ് 1 എന്ന് എഴുതുന്നത് ട്രൂ ആയില്ലേ. സെറ്റ് 1 എന്ന് എഴുതിയാൽ ട്രൂ ആണ്. കാരണം 1 ഒരു എലമെന്റ് ആണ്, അത് സെറ്റിന്റെ അകത്ത് ഇടുമ്പോൾ സബ്സെറ്റ് ആണ്. അതേസമയം വെറും 1 എഴുതിയാൽ അത് സബ്സെറ്റ് അല്ല, വെറും എലമെന്റ് മാത്രമാണ്. അപ്പൊ ഇത് ഫോൾസ് ആണ്. ഇത് ട്രൂ ആണ്, ഇത് ഫോൾസ് ആണ്.
1 2 5 സബ്സെറ്റ് എ. സബ്സെറ്റ് എ. അപ്പോൾ സബ്സെറ്റ് എ ആണോ നോക്കാൻ വേണ്ടി 1 ഉം 2 ഉം 5 എലമെന്റ്സ് ആണോ നോക്കിയാൽ മതി. 1 എലമെന്റ് ആണ്, 2 എലമെന്റ് ആണ്, 5 എലമെന്റ്. അപ്പോൾ 1 ഉം 2 ഉം 5 സെറ്റ്. സെറ്റിന്റെ അകത്ത് എഴുതുമ്പോൾ സബ്സെറ്റ് ആണ്. ഇത് ട്രൂ ആണ്. ഈ സെറ്റിന്റെ അകത്ത് ഇട്ടത് മുഴുവൻ എലമെന്റ്സ് ആണെങ്കിൽ സബ്സെറ്റ് ആണ്. ഈ സെറ്റ് സിമ്പലിന്റെ അകത്തുള്ളത് ഓരോന്നും എലമെന്റ് ആയിരിക്കണം. 1 അതെ, 2 അതെ, 5 അതെ. 1 ഉം 2 ഉം 5 ഉം എലമെന്റ്സ് ആയതുകൊണ്ട് ആ എലമെന്റ്സ് സെറ്റിന്റെ അകത്ത് ഇടുമ്പോൾ സബ്സെറ്റ് ആവും. അതേസമയം 1 2 5 ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ബിലോങ്സ് ടു എന്ന് പറയുമ്പോൾ തെറ്റാണ്. 1 മാത്രം ബിലോങ്സ് ടു ആണ്, 2 മാത്രം ബിലോങ്സ് ടു ആണ്. ഇത് ഒരുമിച്ച് എഴുതിയാൽ ഒരിക്കലും ബിലോങ്സ് ടു എ അല്ല, അത് സബ്സെറ്റാണ്. സബ്സെറ്റ് ഒരിക്കലും ബിലോങ്സ് ടു അല്ല. അങ്ങനെ നോക്കി നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇന്റർവെൽസിന്റെ ക്വസ്റ്റ്യൻ കൂടെ, ഇന്റർവെൽസ് എഴുതാനായിട്ട്. ഇന്റർവെൽസ് റോസ്റ്റർ ഫോമിൽ എഴുതാനും തിരിച്ച് റോസ്റ്റർ ഫോം തന്നിട്ട് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാനും ഒക്കെ ചോദിക്കാം. അത് നിങ്ങളത് ഇന്റർവെൽ പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് such that x belongs to R and -4 less than x less than or equal to 6. ഇതിനെ ഇന്റർവെൽ ആക്കി എഴുതുക. ഇതിപ്പോൾ സെറ്റ് ബിൽഡർ ഫോം ആണ്. ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതുക. റോസ്റ്റർ ഫോം അല്ല, ഇന്റർവെൽ ആക്കി എഴുതുക. ഇപ്പോൾ നമുക്ക് -4 തൊട്ട് 6 വരെ. -4 ഇല്ല, 6 ഉണ്ട്. അപ്പോൾ നിങ്ങൾ -4 ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് -4ന്റെ അവിടെ ഓപ്പൺ ആയിട്ട് ഇടണം, കോമ. അടുത്തത് 6 ആ, 6ന് ഈക്വൽ ഉണ്ട്, അതുകൊണ്ട് അത് ക്ലോസ്ഡ് ആയിട്ട് എഴുതും. ഇത്ര എഴുതിയാൽ മതി, സിമ്പിൾ ആണ്. ഇത് നോക്കുക, -4 ഇല്ലാത്തതുകൊണ്ട് -4ന്റെ അവിടെ ഓപ്പൺ, 6 ഉള്ളത് കൊണ്ട് 6ന്റെ അവിടെ ക്ലോസ്. അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x belongs to R and -12 less than x less than 10 less than -10. രണ്ടിടത്തും ലെസ് ദാൻ ഈക്വൽ ഇല്ല, രണ്ടും ഓപ്പണാണ്. അപ്പം ഓപ്പൺ ആണ് രണ്ടും. -12 തൊട്ട് -10 വരെ. -12 ഇടുക, കോമ ഇടുക, -10 ഇടുക. അങ്ങനെ നിങ്ങൾ എഴുതിയാൽ മതി. ഇനി അതേസമയം ഇതങ്ങ് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ആദ്യത്തെ ഭാഗം അതേപോലെ തന്നെ -2 less than or equal to x less than or equal to 7 ആണെങ്കിൽ രണ്ടും ഉണ്ട്, ഈക്വൽ ഉള്ളതുകൊണ്ട് രണ്ടും ക്ലോസ്ഡ് ആണ്. ഈ -2 7 ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി ഇത് തിരിച്ചും ചോദിക്കാം. ഇന്റർവെൽ തന്നിട്ട് റോസ്റ്റർ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ ചോദിക്കുക. അപ്പോൾ നിങ്ങളോട് ക്ലോസ്ഡ് -3 ഓപ്പൺ 7 ചോദിച്ചാൽ, ക്ലോസ്ഡ് -3 ഓപ്പൺ 7 ചോദിച്ചാൽ സെറ്റ് ബിൽഡർ ഫോമിൽ എപ്പോഴും സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x belongs to R എന്നിട്ട് നിങ്ങൾ ഇതങ്ങ് എഴുതിയാൽ മതി. -3 തൊട്ട് 7 വരെ. ശ്രദ്ധിക്കണം, -3 ഉണ്ട്, 7 ഇല്ല. അപ്പോൾ -3 എഴുതുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഴുതുക, എക്സ് എഴുതുക. അടുത്ത 7 ഇല്ലാത്തതുകൊണ്ട് ലെസ് ദാൻ 7 അങ്ങനെ എഴുതിയാൽ മതി. അങ്ങനെ എഴുതിയാൽ മതി. ഇനി 2 5 ക്ലോസ്ഡ് ഇന്റർവെൽ 2 5 ആണെങ്കിൽ ഇങ്ങനെ എഴുതുക, സെറ്റ് ഓഫ് ഓൾ x belongs to R and 2 ഉം 5 ഉം ഉണ്ട്, ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈക്വൽ എഴുതുക, 2 less than or equal to x less than or equal to 5 ഇങ്ങനെ എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അകത്തുള്ളത്. അപ്പോൾ കുറേ കാര്യങ്ങളേ ഉള്ളൂ. സബ്സെറ്റ്, ആ സബ്സെറ്റിൻ്റെ കുറച്ച് കൊനഷ്ടായിട്ട് ഇച്ചിരി കൺഫ്യൂഷൻ ആകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ആ സെറ്റിനകത്ത് എലമെൻറ്റ്സ് ക്ലിയർ ആയിട്ട് എഴുതുക. എന്നിട്ട് നിങ്ങൾ സെറ്റ് എലമെൻറ്റ്സിന് സെറ്റ് ഇടുമ്പോഴാണ് സബ്സെറ്റ് ആണ്, അത് ഓർത്തിരുന്നാൽ മതി. പിന്നെ ഇൻ്റർവെൽസിനെ കുറിച്ച് പറഞ്ഞു. ഇൻ്റർവെൽസ് എഴുതാൻ എളുപ്പമാണ്, തിരിച്ചും മറിച്ചും ചോദിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, അത് ശരിക്കും പഠിക്കുക. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കുക, ചോദിച്ച് ക്ലിയർ ആക്കി പോവുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ തോന്നുന്നു. ഓക്കെ, താങ്ക് യു.